പഞ്ചിനെ ഒഴുത്തിയപ്പോൾ പലജന്മ വിവിധ വിത്താം സഞ്ചിതമെല്ലാം ജ്ഞാനത്തഴൽ ചുട്ടു വെണ്ണീറാക്കും. കിഞ്ചിത് ആകാമികം താൻ വിട്ടാമൽ വിട്ടുപോകും. വിഞ്ചിന പ്രാരബ്ധത്തിൽ വിനൈ അനുഭവിച്ചു തീരും. പഞ്ചിന് പരുത്തി പഞ്ചിയുടെ ആണ് പറയുന്നത്. പരുത്തി പഞ്ചി മുതലായവയെ ഊഴിത്തി പോൽ ബഡവാഗ്നിയുടെ മുഖത്തിൽ അകപ്പെട്ടത് എങ്ങനെ ചാമ്പലാക്കപ്പെടുമോ അങ്ങനെ പല ജന്മ വിവിധ വിത്താം അനേകവിധ ജന്മങ്ങൾക്ക് നാനാവിധ ബീജങ്ങളായ സഞ്ചിത കർമ്മങ്ങളെയെല്ലാം ജ്ഞാനത്തഴൽ ജ്ഞാനാഗ്നി ചുട്ട് വെണ്ണീറാക്കും, എരിച്ച് ഭസ്മമാക്കി കളയും. ആഗാമ്യ കർമ്മം കിഞ്ചിത് അല്പവും കിട്ടാമൽ സംബന്ധിക്കാതെ വിട്ടുപോകും. അതായത് വിഞ്ചിന ശേഷമായ പ്രാരബ്ധത്തിൻ വിനയി പ്രാരബ്ധകർമ്മം അനുഭവത്തിൽ തീരും, അനുഭവിച്ച് തൊലയും. ഇങ്ങനെയാണ് ഈ 3 കർമ്മങ്ങളും ഇതിൽ നിന്ന് മാറുന്നത് എന്നാണ് പറയുന്നത്. അതില്ലേ 3 കർമ്മങ്ങളാണ് രൂപം ധരിച്ച് 3 ശരീരങ്ങളായിട്ടിരിക്കുന്നത്. അതിലൊന്ന് പ്രാരബ്ധ ശരീരം, അതാണ് ഈ സ്ഥൂല ശരീരം. അത് കഴിഞ്ഞിട്ട് ആഗാമി കർമ്മം എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തെയാണ്, അത് ഇടയ്ക്ക് വച്ചിരിക്കുക. ഇനി സഞ്ചിതം എന്ന് പറയുന്നത് പാർവ്യ ശരീരത്തിലിരിക്കുന്ന മുഴുവൻ കർമ്മവും. കാരണ ശരീരത്തില് നിരവധി വിത്തുകളുണ്ടെന്നാണ്. എത്രയോ ജന്മങ്ങൾക്ക് കാരണമായ എത്രയോ അവര് പറഞ്ഞ ബാണ്ടക്കെട്ടുകളാണ്. ഇതിൽ നമ്മൾ ഏതോ പൂർവ്വജന്മത്തിൽ ചെയ്ത ഏതോ സുഹൃതങ്ങളുടെ ഒരു ഇതനുസരിച്ച് ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് ഒരു മനുഷ്യ ജന്മം തന്നിരിക്കുന്നതാണ്. അത് കൃത്യമായി കിട്ടണമെന്ന് നിയമമൊന്നുമില്ല. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് ഒരു മനുഷ്യനായിട്ടോ എന്തെങ്കിലും ആയിട്ടോ ഒരു ജീവിയായിട്ടോ വിടുകയാണ്. ഇതാണ്. അപ്പൊ ഈ സഞ്ചിതം എന്ന് പറയുന്നത് കാരണ ശരീരത്തിൽ വെച്ചിരിക്കുന്ന കർമ്മങ്ങളാണ്. ഈ 3 കർമ്മങ്ങളും പരിപൂർണമായി എരിഞ്ഞു തീരുന്നതിനെയാണ് വിദേഹമുക്തി എന്ന് പറയുന്നത്. അതിൽ ഓരോന്നോരോന്നായിട്ട് എങ്ങനെ എരിയുമെന്ന് ചോദിച്ചിട്ട് സ്വാമി പറയുന്നു, പഞ്ചിനെ ഒഴുത്തിയപ്പോൾ പഞ്ഞിക്കെട്ടുകളായിരുന്ന ബാണ്ടങ്ങളായിരുന്ന പഞ്ഞിക്കെട്ടുകള് ഒരു ചെറിയൊരു തീപ്പൊരി അല്ലെങ്കിൽ ഒരു ചെറിയ ബഡവാഗ്നി എന്നൊരു സ്വാമിയുടെ എഴുതിയിരിക്കുന്നത്. ഈ ബഡവാഗ്നിയിൽ അകപ്പെട്ട പഞ്ഞിക്കെട്ട് പോലെ ഏത് തീരും? സഞ്ചിത കർമ്മം എരിഞ്ഞു തീരും. നമ്മുടെ ഈ വഴിയിൽ സഞ്ചിത കർമ്മത്തെയാണ് ആദ്യം എരിച്ചു കളയുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ജ്ഞാനം കൊണ്ട് ഈ ജ്ഞാനാഗ്നി ഈ സഞ്ചിത കർമ്മത്തെ എരിച്ചു കളയുമെന്നാണ് പറഞ്ഞത്. ഇതിനെയാണ് നമ്മൾ പറഞ്ഞ ജീവൻ മുക്തൻ. സഞ്ചിത കർമ്മത്തെ എരിച്ചു കളഞ്ഞ ആ സ്വഭാവത്തെയാണ് നമ്മൾ ജീവൻ മുക്ത പുരുഷൻ എന്ന് പറയുന്നത്. അപ്പം അയാൾക്ക് യഥാർത്ഥത്തിൽ പോയതൊന്നേ ഉള്ളൂ. ഏത്? ഈ സഞ്ചിത കർമ്മം എരിഞ്ഞു പോയി. ആഗാമിയും പ്രാരബ്ധവും കിടക്കുകയാണ്. ആഗാമിയത്തിന്റെ കഥ പറയണത് അത് ഉടനെ പോകില്ല. അത് ഇങ്ങനെ ഇരുന്ന് നിന്ന് അത് തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന അഹങ്കാരമായിട്ട് ഇങ്ങനെ തുപ്പതിക്കുന്നില്ല. അതെപ്പോ എരിഞ്ഞു പോകുന്ന വെച്ചാൽ അത് ഈ സ്വരൂപത്തിൽ തന്നെ അത് പോയി ചേരുമെന്നാണ് പറഞ്ഞത്. ഇറന്നു പോകും, സ്വരൂപത്തിൽ ഇറന്നു പോവേ. ഇതിൽ തന്നെ സ്വരൂപത്തിൽ തന്നെ ഇല്ലാതാവും. പക്ഷെ ഈ പ്രാരബ്ധം ഉണ്ടല്ലോ, അനുഭവിച്ച് തന്നെ തീരും. ആ പ്രാരബ്ധത്തിന്റെ കർമ്മം എവിടെയാണ് ഇടയ്ക്ക് വെച്ചിരിക്കുന്നത്? ഈ ശരീരം പ്രാരബ്ധത്തിൽ പെടയാണ്. ഈ പ്രാരബ്ധം അനുഭവിക്കാതെ ആർക്കും പോകാൻ പറ്റില്ല. കാരണം പ്രാരബ്ധത്തെ പറ്റി പറയുന്നത് ഒരു എയ്ത അമ്പ് പോലെ എന്നാണ് പറയുന്നത്. ഭഗവാൻ ഒരു അമ്പ് എയ്ത് കഴിഞ്ഞാൽ ആ എയ്ത അമ്പില് ആ ശക്തി അതിലിരിക്കുകയാണ്. അത് പതിക്കുന്ന എവിടെ പതിക്കും? ഇതിന്റെ ശക്തി മുഴുവൻ തീർന്നുടനെ അവിടെ പതിക്കും. എന്നുപോലെ ഈ ശരീരം ഇങ്ങനെ ആ ഏത് അമ്പ് പോലെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ പ്രാരബ്ധം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അത് തീർന്നുടനെ അത് പതിക്കും. ഇങ്ങനെയാണ് 3 കർമ്മങ്ങളും ഇതിൽ പൂർണ്ണമായി ഇല്ലാതാവുന്നത്. സഞ്ചിതം, ആഗാമ്യം, പ്രാരബ്ധം എന്ന കർമ്മങ്ങൾ 3 വിധം. അവയിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത ഫലം അടയാതെ ഇരിക്കുന്ന കർമ്മം സഞ്ചിതമെന്നും ഇനി വരുന്ന കർമ്മം ആഗാമ്യമെന്നും കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത വർത്തമാന ജന്മത്തിന് ഹേതുവായുള്ള കർമ്മം പ്രാരബ്ധമെന്നും അവയിൽ സഞ്ചിത കർമ്മം ജ്ഞാനത്തിയാൽ നാശമാകും. ജ്ഞാനിക്ക് ആത്മാവിൽ കർത്തൃത്വ ഭ്രാന്തി ഇല്ലാത്തതിനാൽ അവൻ ആഗാമ്യ കർമ്മത്തിന്റെ സംബന്ധവുമില്ല.
ഏത് പ്രാരബ്ധ കർമ്മം ജ്ഞാനിയുടെ ശരീരത്തെ ആരംഭിച്ചതോ ആ പ്രാരബ്ധ കർമ്മമാണ് ശരീരസ്ഥിതിക്ക് ഹേതുവായ ഭിക്ഷ മുതലായവയിൽ പ്രവർത്തിപ്പിക്കുന്നത്. പ്രാരബ്ധ കർമ്മം അനുഭവിക്കാതെ നാശമാകുകയില്ല. സഞ്ചിത ആഗാമ്യ കർമ്മങ്ങളെപ്പോലെ ജ്ഞാനിക്ക് പ്രാരബ്ധ കർമ്മവും ഇല്ലാത്തതിനാൽ ഭോജനാദി പ്രവൃത്തി ജ്ഞാനിക്ക് ഉണ്ടാകുകയില്ല എന്ന് ഓരോരോ സ്ഥലങ്ങളിൽ പറയപ്പെടുന്നു. അതിന്റെ താല്പര്യം എന്തെന്നാൽ ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ആത്മാവിൽ കർമ്മം, അതിന്റെ ഫലം ഇവകളുടെ സംബന്ധമില്ല. അതിനാൽ ആത്മാവിൽ സകല കർമ്മങ്ങളുടെയും നിഷേധ അഭിപ്രായത്താൽ പ്രാരബ്ധത്തെയും നിഷേധിച്ചിരിക്കുന്നതാകുന്നു. ജ്ഞാനത്തിനു മുമ്പ് ചെയ്യപ്പെട്ട പ്രാരബ്ധഭോഗം ജ്ഞാനിയുടെ ശരീരത്തിനുണ്ടാകുകയില്ല എന്ന അഭിപ്രായത്താൽ പ്രാരബ്ധത്തെ നിഷേധിച്ചതല്ല. അതിനാൽ വ്യഞ്ജന പ്രാരബ്ധത്തിന് വിധി അനുഭവിത്തു തീരും എന്ന് പറഞ്ഞല്ലോ. ഈ പറയുന്ന ജ്ഞാനം ഫലിച്ച ഉടനെ ഈ ജ്ഞാനാഗ്നി സഞ്ചിത കർമ്മങ്ങളെ എരിച്ചു കളയുമെന്ന് പറഞ്ഞ് ജ്ഞാനമായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രാരബ്ധത്തിന് ഈ ആഗാമികത്തിനും പ്രാരബ്ധത്തിനും നിലനിൽപ്പില്ല. കാരണം അതിന്റെ യഥാർത്ഥ കാരണമായിരുന്ന അജ്ഞാനം നശിച്ചുപോയി. മനസ്സിലായില്ലേ? ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ ശരീരം ഇതിൽ വന്നിരിക്കുന്ന പ്രാരബ്ധ കർമ്മമാണ്. ആ കർമ്മം നശിച്ചുപോയി. കാരണം അതിന് ജ്ഞാനം എന്ന് പറയാൻ എന്താണ്? ആത്മാ അനാത്മാക്കളെ പിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതായത് താൻ ആത്മസ്വരൂപം എന്നുള്ള നിലയിൽ അപരോക്ഷ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാണ്. അപ്പോൾ പിന്നെ ഇതിനെല്ലാം കേവലം തോറ്റമായിട്ട് ഇതെല്ലാം ഉണ്ട്. പക്ഷെ തന്നെ അത് ബാധിക്കുന്നില്ല. ഇത് നിശ്ചയം വന്ന ഒരു നിലയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജ്ഞാനിക്ക് ഈ കർമ്മങ്ങളെല്ലാം ഈ ശരീര മനസ്സുകൾക്കുള്ളതാണെന്നുള്ള തിരിച്ചറിവ് വന്നുപോയി. മാത്രമല്ല ആത്മാവിലെ ഒരു കർമ്മം ഇല്ലെന്നും മനസ്സിലായി. ആത്മാവൊന്നും ഈ പറയുന്ന കർത്തൃത്വമോ ഭോക്തൃത്വമോ ആത്മാവിലില്ല. പക്ഷെ ഇതിൽ ജനിച്ചിരിക്കുന്ന ഈ ശരീര മനസ്സുകൾക്കാണ് ഇതൊക്കെ ആവശ്യമായിട്ടുള്ളത്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തനിക്കെന്തോ ബന്ധമായിരിക്കുന്നു. താൻ മുക്തനായി പോയി. ആ മുക്തനെന്നുള്ള തിരിച്ചറിവോടുകൂടി അങ്ങനെ നിൽക്കും. പക്ഷെ ഇതെല്ലാം അതിന്റെ പ്രവൃത്തികൾ എടുക്കുമ്പോഴും കാണുന്നവർക്ക് ആ ജ്ഞാനി ആഹാരം കഴിച്ചെന്നും അതേ നടക്കുന്നുവെന്നും അതേ സംസാരിക്കുന്നു എന്നൊക്കെ തോന്നുന്നതാണ്. ജ്ഞാനി സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു സ്വാമി ചിന്നാൻ സ്വാമി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. എടാ, ഒരു ജ്ഞാനി നടക്കുമ്പോൾ നടക്കുന്നില്ല, ജ്ഞാനി ഉണ്ണുമ്പോൾ ഉണ്ണുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ജ്ഞാനി എന്ന് പറഞ്ഞാൽ താൻ ആത്മസ്വരൂപമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതിൽ തോന്നിയിരിക്കുന്ന ഭ്രമത്തെ അകറ്റിയ ആളാണ്, ദ്വൈതം അകറ്റിയ ആളെന്നുള്ളതാണ്. അദ്വൈതമായിരിക്കുന്ന ആത്മാവാണ് താനെന്ന് സാക്ഷാത്കരിച്ച ആളാണ്. പിന്നെ ബാക്കിയെല്ലാം എങ്ങനെ ഇരിക്കുന്നു? അതിൽ തോന്നുന്ന കാര്യങ്ങളായിട്ടിരിക്കുന്നു. ആ തോന്നുന്നതൊന്നും വാസ്തവമല്ലെന്നും നമുക്ക് ഇവിടെ പാഠം പഠിപ്പിക്കുന്നു. നമുക്ക് പറഞ്ഞു തോന്നുന്നതൊന്നും വാസ്തവമല്ല, അതെല്ലാം കേവലം സങ്കല്പം മാത്രമാണ്, സങ്കല്പം യാഥാർത്ഥ്യമല്ല, ഈ മനസ്സ് സങ്കല്പിച്ച് കൂട്ടുന്നതാണ് ഇതെല്ലാം. ഇതിനെ വിട്ടു നിൽക്കുന്ന ഒരു ജ്ഞാനി അദ്ദേഹത്തിന് പിന്നെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ്. ഈ ശരീരവും മനസ്സും അതിന്റെ പ്രവൃത്തികൾ ചെയ്യട്ടെ, അതിന് തടയാൻ ആർക്കും സാധ്യമല്ല. ഈ പ്രാരബ്ധം ഇതിൽ അനുഭവിച്ചു തന്നെ തീരുന്നു. പക്ഷെ ജ്ഞാനിയല്ല അനുഭവിക്കുന്നത്, ആ ശരീരമാണ് അനുഭവിക്കുന്നത് ബോധ്യമുണ്ട് ആർക്ക്? ജ്ഞാനി. ഈ രൂപത്തിൽ എപ്പോഴും മുക്തനായിട്ട് തന്നെ ജ്ഞാനി ഇതിൽ വർത്തിക്കും. ആ ഒരു മുക്തി നില അനുഭവിച്ചറിയുന്നവരെല്ലാം മുക്തന്മാരാണ്. വാസ്തവത്തിൽ ഇതാണ് സത്യം. ഇപ്പോഴേ ഇതാണ് സത്യം. ഇനി ജ്ഞാനം അടഞ്ഞതിന് ശേഷമുള്ള സത്യം അല്ലേ പറയുന്നത്. എല്ലാവരും മുക്തന്മാരാണ്. മുക്തന്മാരെന്ന് പറയുന്നത് എന്തുകൊണ്ട്? താൻ ആത്മസ്വരൂപമാണെന്ന് തിരിച്ചറിവ് വരാത്തത് കൊണ്ട് അതിൽ കേവലം തോന്നി മറയുന്ന കാര്യങ്ങളിൽ സത്യത്തോടുകൂടി ഉപലക്ഷിക്കുന്നത് കൊണ്ട് അതിന്റെ ചെയ്യുകയാണ് തന്റെ ചെയ്യുകയായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചെയ്യുക താൻ നിഷ്ക്രിയനാണ്, താൻ ഒന്നും ചെയ്യുന്നില്ല, താൻ പൂർണ്ണനാണ്, താൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുന്നതും എന്തോ ഒരാഗ്രഹം ഒരാവശ്യത്തിന് ഉന്നയിച്ച് മുൻനിർത്തിയല്ലേ. സുഖമായിരിക്കാനാണ് നമ്മൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ സുഖമായിരിക്കുക എന്നുള്ളത് ആത്മാവിനെ സംബന്ധിച്ച് ആവശ്യമുണ്ടോ? അത് സുഖസ്വരൂപമാണ്, ആനന്ദ രൂപമായിട്ടിരിക്കുന്നു. ഇത് ബോധ്യപ്പെടാതെ, അല്ലെങ്കിൽ വേണ്ട ബോധ്യപ്പെടാതെയല്ല, യഥാർത്ഥത്തിൽ അതിനെ ഒന്ന് ഉറ്റുനോക്കി
അതൊന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നവർക്കെല്ലാം ഈ ജ്ഞാനം ഇതിലുണ്ടാവും. അവർ പറയുന്നു അതാണ് തത്വവിചാരം ചെയ്യാൻ പറഞ്ഞത്. തത്വവിചാരം ചെയ്ത് സകല സന്ദേഹവും പോയി അദ്വൈതം താനാകൽ അപരോക്ഷ ജ്ഞാനമാകും. ഇതിന്റെ സംശയങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോ ഈ ശരീരം ഞാനെന്നുള്ള നിലയിൽ ഒരു അജ്ഞാനത്തിലിരിക്കുകയല്ല. ഈ ശരീരം ഞാനല്ല, ഈ ശരീരം എന്നിൽ തോന്നിയിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഞാൻ ഇതിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്വപ്നത്തിൽ എന്നെല്ലാം കാണുന്നു അതുപോലെ സ്വപ്ന സന്നിഭം ജഗം കേവലം സ്വപ്ന സന്നിഭമാണെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒരു കൈവലത്തിലൊരു പദ്യം ഇങ്ങനെയാണ് പറയുന്നത്: കൽപ്പനയും വന്നവാറ് കാട്ടിനോ കാണുമ്പവെല്ലാം സ്വപ്നം പോലെ എണ്ണി തുളിന്തവൻ ജ്ഞാനിയാവൻ. കൽപ്പനയും വന്നവാർ എന്ന് വെച്ചാൽ ഈ സൃഷ്ടി പറ്റി പറഞ്ഞു. ഈ സൃഷ്ടിയെപ്പറ്റി പറഞ്ഞു. ആദ്യം ആകാശമുണ്ടായെന്ന് പറഞ്ഞു. അതിൽ നിന്ന് വായുവിൽ നിന്ന് ഒരു അഗ്നി, ജലം, പൃഥ്വി എന്ന് പറഞ്ഞു 5 ഘടകങ്ങൾ പറഞ്ഞു. ഈ സൃഷ്ടി പറഞ്ഞതിന് ശേഷം അതേ ശ്രുതി തന്നെ പറയുന്നു കൽപ്പന വന്നവാറ് കാട്ടിലോ. എങ്ങനെയാണോ ഇതില് പിന്നെ സൃഷ്ടി വന്നത് അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ രണ്ടാമത് പറയുന്നു ഈ കാണുന്നവെല്ലാം സ്വപ്നം പോലെ എണ്ണിത്തുണിന്തവൻ. ഈ കാണുന്നതെല്ലാം ആരാണോ സ്വപ്ന സന്നിഭമായിട്ട് കണ്ട് ഇതിന് വിശേഷം വ്യവഹാരമറ്റിരിക്കുന്നത് അവൻ ജ്ഞാനിയാകും. അവൻ മാത്രമേ ജ്ഞാനിയാവാനായിട്ട് പറ്റൂ. ഇതെല്ലാം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് കേവലം ഈ ആത്മാവിൽ ഒരു ആരോപമായിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. സൃഷ്ടി ഉണ്ടായിട്ടല്ല സൃഷ്ടി പറഞ്ഞത്. ഈ തോന്നലുകള് ഇങ്ങനെ സംഭവിച്ചതിന്റെ ഒരു ചെറിയൊരു കണക്ക് അവർ പറഞ്ഞതാണ്. പറഞ്ഞില്ലേ? 96 തത്വത്തിൽ പറഞ്ഞു, 36 തത്വത്തിൽ പറഞ്ഞു, 17 തത്വമായിട്ട് പറഞ്ഞു, 3 തത്വമായിട്ട് പറഞ്ഞു, 1 തത്വമായിട്ട് പറഞ്ഞു. ഇങ്ങനെ തത്വങ്ങളെ ചുരുക്കി പെരുക്കി പറഞ്ഞതിന്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഇതിലോട്ട് മനസ്സിനെ കൊണ്ടുവന്ന് മറ്റേ മനസ്സിന്റെ ഇഷ്ടകാര്യമായിരിക്കുന്ന ഈ പറയുന്ന ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ വിസ്മരിക്കാൻ വേണ്ടിയാണ്. ഒരു ജോലി കൊടുത്താലേ ആ ജോലിയിൽ അവൻ നിന്നോളൂ. ഇതാണ് അവരുടെ ട്രിക്ക്. അത് ഉണ്ടായിട്ടാണോ? ഒന്നും ഉണ്ടായിട്ടല്ല. ആദ്യം ഇങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സൃഷ്ടിയെ ഉണ്ടായിട്ടില്ലടാ എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒരു ഉപായത്തില് ഒരു ചെറിയ ഒരു പറഞ്ഞില്ലേ 96 തത്വം, എഴുത്തച്ഛൻ്റെയാണ് 96 തത്വം. അതാണ് ഹരിനാമകീർത്തനായിട്ട് നിൽക്കുന്നത്. 96 തത്വത്തിന്റെ നേതിയാണ്. ഇനി 36 തത്വം, അതായത് ഒരു തമിഴ് ശാസ്ത്രം, സ്വരൂപാനന്ദോപനിഷത്ത് 36 തത്വത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 17 തത്വം സൂക്ഷ്മ ശരീരത്തിന്റെ കണക്കാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞതെല്ലാം പരസ്പര ആചാര്യന്മാർ നിങ്ങൾ വഴക്കൂടിനെ കണ്ടിട്ടുണ്ട് ആരെങ്കിലും? ഇല്ല. 17 തത്വമുള്ളത് ഒരാൾ പറയുന്നു, പറഞ്ഞ അല്ല 96 ഉണ്ടെന്ന് ഒരാൾ പറയുന്നു. ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം ഇത് ഇല്ലാത്ത കാര്യമാണ്. അത് ഒന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് മാത്രം, വേറെ ഒന്നുമില്ല. ഇതില് ഓരോരുത്തരും അവരവരുടെ മനോധർമ്മം പോലെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ തെറ്റൂലേ? പിന്നെ ശ്രീനി 36 തത്വം ഒരാൾ പറഞ്ഞു, ഒരാൾ 96 പറഞ്ഞു. ഇത് ഏതൊരു ഇതിന്റെ ഉദ്ദേശം ഇതാണ്. ഇങ്ങനെ അവനെ പിടിക്കാന്നുള്ളതാണ്. പിടിച്ചു കൊണ്ടുവന്ന് ഇതിനെ വിചാരവാനാക്കി മാറ്റുക. ഈ രൂപത്തിലാണ് ഈ തത്വങ്ങൾ പറഞ്ഞത്. ഈ തത്വത്തിന്റെ ശോധനയാണ് യഥാർത്ഥത്തിൽ ഈ ആത്മാനാത്മാക്കളെ തിരിച്ചറിയുന്ന സൂത്രം. ഇത് ആത്മാവും അനാത്മാവും പാലും വെള്ളവും പോലെ ഇരിക്കുകയാണ്. വെള്ളം ഏത് പാലേതെന്ന് അറിയാനൊക്കാതെ കലർന്നിരിക്കുകയാണ്. ഇരുമ്പുണ്ട അഗ്നി പോലെ ഇരിക്കുക. ഒരു ആരെങ്കിലും ഒരു ഇരുമ്പ് പഠിപ്പിച്ചാൽ എങ്ങനെയാണ് ആ ഇരുമ്പ് ഏത് അഗ്നി ഏതെന്ന് തിരിച്ചറിയാനൊക്കാത്ത രൂപത്തിലിരിക്കുമ്പോൾ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ജീവത്വം. ഇതിനെ പിരിക്കണമെങ്കിൽ ഈ ഈശ്വരത്വം ഇതിലുണ്ടായേ പറ്റൂ. ഈശ്വരത്വം ഉണ്ടാക്കുന്നതിനാണ് ജ്ഞാനം അടയുക എന്നുള്ളത്. ജ്ഞാനം അടയുക എന്ന് പറഞ്ഞാൽ ഈശ്വരത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആത്മാവിൽ എന്തിൻ്റെങ്കിലും ആവശ്യമുണ്ടോ? താൻ ആത്മസ്വരൂപമാണെന്ന് തിരിച്ചറിഞ്ഞാൽ വാസ്തവത്തിൽ അതല്ലേ ഉള്ളൂ. പിന്നെ അതിന് മരുഭൂമിയിൽ ജലം തോന്നിയാലും ജലം ഉണ്ടോ അവിടെ? യഥാർത്ഥത്തിൽ അതിന് താല്പര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഇതുമായിട്ട് പൊയ് എന്ന് പറഞ്ഞാൽ കാണാതിരിക്കുന്ന അർത്ഥമല്ല. ഇത് കണ്ടാലും ഇത് സംബന്ധിച്ച്
ഈ ദ്വൈത ബുദ്ധി ഇതിൽ വരില്ല, പിന്നെ വരില്ല. രണ്ടാമതൊന്നില്ലാതെ അദ്വൈതമായിട്ടുള്ള ഒരു ദർശനം ഇതിലുണ്ട്. ഈ അദ്വൈത ദർശനത്തിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അദ്വൈത ദർശനം ജ്ഞാനം. ഇപ്പോൾ അവരുടെ അനുഭവം ഇതാണ്, ആത്മാവ് മാത്രമേ ഉള്ളൂ, എന്നാണ് 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 ഏകം, ഇരണ്ടെന്ന് എന്നാ അത് ചുമ്മാ. രണ്ടെന്ന് വന്നാൽ അവിടെ ഭയം വന്നു. ദ്വയാദ്വയെ ഭയം ഭവതി, ഭയം ഉണ്ടാവും. വേറൊന്ന് ഉണ്ടെങ്കിൽ ഒരു ഭയം ഉണ്ടാവുന്നതാണ്. ഈ ഭയമാണ് ഈ പറയുന്ന 16 ചിത്തവൃത്തികളെ ഉണ്ടാക്കുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അപ്പൊ ദ്വൈതമാണ് ഇതിൽ സൃഷ്ടിക്കപ്പെട്ടത്. ദ്വൈതം പറഞ്ഞാൽ രണ്ടാമതൊന്നും എന്നുള്ളതാണ്. രണ്ടാമതൊന്നില്ല എന്നാണ് അദ്വൈതം സ്ഥാപിക്കുന്നത്. അതിനവര് ആ തത്വ നിരൂപണമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെയെല്ലാം ശോധിക്കാൻ പറഞ്ഞു. ഓരോന്നിനെയും ശോധിച്ചു കഴിയുമ്പോൾ താൻ മാത്രമാണ് ഇതിലുള്ളത്. പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് താൻ തന്നെയാണ്. സർവത്ര തന്മയമായിട്ട് എല്ലാം അറിയപ്പെട്ടു കാണപ്പെട്ടു ഇരിക്കുന്നതല്ലാതെ അന്യമായ ഒരു വസ്തുവില്ല. ഈ ഒരു നിലയിലേക്ക് ഇത് മാറും. അപ്പൊ ഇവിടെ പറഞ്ഞു, ഈ സഞ്ചിതാഗമിക പ്രാരബ്ധ കർമ്മങ്ങളുടെ പൂർണ്ണമായ നാശത്തെയാണ് വിദേഹമുക്തി എന്ന് പറയുന്നത്. ഇതിൽ സഞ്ചിതം ജ്ഞാനാഗ്നി ഭസ്മമാക്കും. ആ ജ്ഞാനാഗ്നി ഭസ്മമാക്കണമെങ്കിൽ എന്ത് വേണം? അപരോക്ഷ ജ്ഞാനം ഉണ്ടാവണം. അതിനെന്ത് വേണം? തത്വമസി മഹാവാക്യ ഇതിന്റെ ലക്ഷ്യാർത്ഥത്തില് ആ നിരൂപണം പോകണം. തത്വമസിയാണ് ഇതിന്റെ ഉപദേശവാക്യം. ഇതില് ആ മഹാവാക്യ ശ്രവണത്തിനോടനുബന്ധിച്ച് ഇതില് ഈ പറയുന്ന ജ്ഞാനം ഇതിലുണ്ടാവും. പക്ഷെ ജ്ഞാനം ഉണ്ടാവുന്നതിന് തത്വമസി കേൾക്കുന്നതിനും നമുക്ക് വേണ്ട യോഗ്യതയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് വേണ്ട യോഗ്യത എന്തിനാണ്? അതാണ് അവർ ആദ്യമേ പറഞ്ഞത്. ഇത് കേവലം ഒരു അധ്യാരോപമായിട്ടാണ് ഈ ഇതെല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്നത്. വാസ്തവമല്ല. വാസ്തവമായിരുന്നെങ്കിൽ നമുക്കുണ്ടാകുന്ന ജാഗ്രതത്തിൽ മാത്രമല്ല, സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം ഇത് നിൽക്കണമായിരുന്നു. നമുക്കറിയാം ജാഗ്രതത്തിലുള്ളത് സ്വപ്നത്തിൽ ഇല്ല, സ്വപ്നത്തിൽ ഉള്ളത് സുഷുപ്തിയിലുമില്ല. പൂർണ്ണമായ അഭാവം സുഷുപ്തിയിൽ സംഭവിക്കുന്നതുകൊണ്ട് ഇതെല്ലാം തോന്നുകയും മറയുകയും ചെയ്യുന്ന കാര്യങ്ങളെന്നാണ് ഇതിന്റെ പേര്. നമുക്കൊരു നിരൂപണം ചെയ്താൽ ഇത് വേദം പറയുന്നത് എങ്ങനെയാണ്? അത് കേവലം പിന്നെ ഇതൊരു ദേശകാല പരിതസ്ഥിതികളാൽ ബാധിക്കപ്പെടുന്ന രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നത് ഇത് വിദ്യയാണ്. ഇങ്ങനെയുള്ള വിദ്യാകാര്യങ്ങളെ സത്യബുദ്ധിയോടുകൂടി കണ്ട് മനസ്സിനെ വിക്ഷേപത്തിൽ എപ്പോഴും നിർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇതിനെയാണ് ആദ്യം ഉപശമിപ്പിക്കാൻ പറഞ്ഞത്. മനസ്സെങ്ങനെ ഇരിക്കണം? നിശ്ചലതയെ പ്രാപിക്കണം. മനസ്സ് ശാന്തമാക്കണം. ആ ശാന്തമാകണമെങ്കിൽ എന്ത് വേണം? ഈ വിവേകത്തെ പ്രയോഗിക്കണം. അങ്ങനെ പ്രയോഗിച്ച് ഒരു അരക്കണം പറഞ്ഞില്ല, അറിവാം ആനന്ദത്തിൽ അരക്കണം നിന്താൽ ശിവനാണ് പിറക്കാതെ. ഇതൊക്കെയാണ് ശ്രുതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇരിക്കട്ടെ, ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രാരബ്ധ ശരീരവും ഈ ആഗാമി കർമ്മവും പിന്നെ ബിഞ്ചു എന്നുള്ളത് എടുത്ത് ഒരു വലിയ തർക്കം നിലനിൽക്കുകയാണ്. രമണ ഭഗവാൻ പറഞ്ഞു, ഒരു ഭർത്താവിന് 3 ഭാര്യമാരുള്ള ഒരു ഭർത്താവ് അയാളുടെ മരണത്തിൽ ഇതിലേതെങ്കിലും ഒരു ഭാര്യ വിധവ അല്ലാതാകുമെന്ന്. ശരിക്കും പറഞ്ഞാൽ 3 ഭാര്യമാരും വിധവകളായി തന്നെ പോകും. ഇതുപോലെ ഇവിടെ ഈ കർത്താവിന്റെ നാശമാണ്. ഇതാണ് അഹങ്കാരിയുടെ നാശം. ഈ അഹങ്കാരിയുടേതാണ് ഈ 3 കർമ്മം. ഈ അഹങ്കാരിയുടെ നാശത്തിൽ ഏതെങ്കിലും ഒരു കർമ്മം മാത്രം ഇല്ലാതായി പോകുമെന്ന് പറയുന്നത് അത്ര യുക്തിസഹമല്ലെന്ന് പറയാം. ഇരിക്കട്ടെ, ഇതാണ് അജാത സിദ്ധാന്തം. ഇതാണ് അങ്ങനെ ഒന്നുമില്ല. ജ്ഞാനം ഉണ്ടായതെല്ലാം പൂർണ്ണമായും ഇല്ലാതായി പോകും. അപ്പൊ വിദേഹമുക്തൻ തന്നെയാണ്. വാസ്തവമാണത്. നമ്മൾ നേരത്തെ കൈവല്യത്തിൽ പറഞ്ഞു. അതിൽ വരുന്ന 4 ജ്ഞാനികളെ പറ്റി പറഞ്ഞു ഈ ബ്രഹ്മവിത്ത് ദുഷ്ടദുഃഖം അനുഭവിക്കും. അതുകൊണ്ട് അനുഭവിക്കും ദുഷ്ടദുഃഖം. അദ്ദേഹമാണ് ഈ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു പേർക്ക് പറഞ്ഞു കൊടുക്കുകയും ആശ്രമത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള
ഒരു പ്രാരബ്ധമാണ് അദ്ദേഹത്തിനുള്ളത്. അല്ല, ജ്ഞാനത്തിൽ വ്യത്യാസമില്ല. ഇനിയൊരു കൂട്ടര് വരിയാൻ വരിഷ്ഠൻ, ഇവരൊക്കെ എപ്പോഴും സമാധി യോഗത്തിൽ തന്നെ ഇങ്ങനെ കഴിയുന്നതാണ്. അവര് സമാധിയിൽ നിന്ന് ഉദ്ധിതനായിട്ട് വെളിവരും. അപ്പൊ ചിലരിച്ചിരി ഭക്ഷണം യാചിച്ച് ആരുടെയും ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട്. ഇനി വേറൊരു കൂട്ടർ ഒന്നും ചോദിച്ചൊന്നും വാങ്ങിക്കില്ല, അവരെ കൊണ്ട് ബലാത്കാരമായി തീറ്റിച്ചാലേ തിന്നു. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. നാലാമത്തെ ആളെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിന് പോലും കാണാനൊക്കാത്ത രൂപത്തിലായിരുന്നു. സാധാരണക്കാർക്ക് കാണാനേ പറ്റില്ല. അവര് മഹത്തുക്കൾ കാണും. ആ സൂക്ഷ്മത്തില് അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ലോകത്ത് നിലനിർത്തിയിരിക്കുന്ന ഇവരാണ്. യഥാർത്ഥത്തിൽ ഇതിനെ നിയന്ത്രിച്ചിരിക്കുന്നത് ഈ സന്യാസിമാരാണ്, ഈ യോഗികളാണ്. ഇത് നിലനിർത്തി പറഞ്ഞു നോക്കിയപ്പോ യുക്തിയുണ്ടതിന്. ഇവരുടെ സങ്കല്പമാണ് ഈ ലോകം. എന്ന് പറഞ്ഞാൽ ഇതിലിരുന്നുകൊണ്ട് ഈ ജീവന്മാര് മുക്തി അടയട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ അവർ ചെയ്തിരിക്കുന്നതാണ് ഈ പരിപാടി. ഇതൊരു മായാ സൃഷ്ടിയാണ്. ഇതെങ്ങനെ നിലനിൽക്കുന്ന വെച്ചാൽ അതിശയമാണ്. ഇതുവരെ ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇത് എങ്ങനെ വന്നു? ആദ്യം വന്നു? മാങ്ങ വന്നോ? മാവ് വന്നു? ഇതിൽ ആദ്യം ആര് വന്നു? ആർക്കും പറയാൻ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത സംഭവമായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഇതിനാണ് സയന്റിഫിക്കലായിട്ട് അവരെന്തോ വലിയ കണ്ടുപിടുത്തം എന്നൊക്കെ പറയുന്നത്. അതിലൊന്നും അർത്ഥമില്ലെന്നർത്ഥം. ഇത് യഥാർത്ഥത്തിൽ ഒരു തോന്നലാണ് എന്ന് വേദം പറഞ്ഞത് എത്ര യുക്തമാണല്ലോ. തോന്നലിനെ സംബന്ധിച്ച് ഇത് എപ്പോ വന്നത്, എങ്ങനെ വന്നെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇത് എല്ലാവർക്കും ഇല്ല. മുക്തന്മാർക്ക് ഇതില്ല, ഈശ്വരന്റെ ഇതില്ല. ഈ മായ ഈശ്വരന്റെ ഈശ്വരന്റെ ഈ മായക്ക് അതീതമായിട്ട് നിൽക്കുന്നത്, അതീതനായിട്ട് നിൽക്കുന്നത്. ജീവന്മാർക്കാണ് ഈ മായക്ക് അധീനരായിട്ടിരിക്കുന്നത്. ഈ ജീവന്മാർക്കാണ് ഇതുള്ളത്. വിതന മായ ഏൻ വന്നതെന്താ ബുദ്ധി വിചാരം അറ്റതിനാല്. ഇത് എന്തുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ നമ്മൾ വിവേകിച്ച് നോക്കാത്തതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഈ മായയെ നോക്കാത്തതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇനി ഇതിനെ നോക്കാനായിട്ട് ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ അത് ഓടി ഒളിച്ചു കളയും. കാരണം ഇല്ലാത്തതല്ലേ, ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണിത് തേടിനാൽ ഓട്ടം പിടിക്കുമെന്നാണ്. തേടുകയാണെങ്കിൽ അത് നിൽക്കില്ല. ആരാണോ ആരുടെ മുമ്പിലാണോ മായ ഇല്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയണം, ഇതിനെ തേടുന്നതിന് മുമ്പ് ഇത് നിൽക്കില്ല. ഇത് ഇരുട്ടത്ത് നിൽക്കും, ഒളിച്ചു നിൽക്കും, മറവിൽ നിൽക്കും. നോക്കിയാൽ മാറിക്കളയും, മറവിൽ ഇങ്ങനെ നിൽക്കും. നമ്മളതിനെ നോക്കാതിരിക്കുക, അതിനെ വിചാരം ചെയ്യാതിരിക്കുക, വിവേകിക്കാതിരിക്കുക. ഈ സമയമെല്ലാം ഇത് പ്രബലമായിട്ട് നമ്മളിൽ നിൽക്കും. അതുകൊണ്ടാണ് ജ്ഞാനികൾക്ക് ഈ മായയില്ല, അങ്ങനെ ഒരു ശക്തിവിശേഷം ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഈ പറയുന്നത് 3 ശരീരങ്ങളുടെയും കാരണകർത്താവായിരിക്കുന്നത് ആരാണ്? ഈ അഹങ്കാരിയാണ്. ആത്മാവിൽ ഈ ശരീരമില്ല, ഈ ശരീരവും ഇല്ല, ഇതിന് തോന്നലും ഇല്ല ആത്മാവിൽ. ഇതെല്ലാം കേവലം ആ മായികനായിരിക്കുന്ന ഒരു ജീവനാണ്. ആ ജീവനാണ് ഈ ശരീരം. ആ ശരീരം അതിന് പേരുകൾ വിട്ട് വിളിക്കുകയാണ്. സ്ഥൂല ശരീര അഭിമാനി ജീവന്റെ പേര് ചിതാഭാസ്, സൂക്ഷ്മ ശരീര അഭിമാനി ജീവന്റെ പേര് തൈജസൻ, കാരണ ശരീര അഭിമാനി ജീവന്റെ പേര് പാരമാർത്ഥികൻ. ഈ 3 വിശുദ്ധ തൈജസ പ്രാചന്മാരെല്ലാം വാസ്തവത്തിൽ എപ്പോഴും ഇല്ല. ജാഗ്രതത്തിൽ ഈ പറഞ്ഞ വിശ്വം നിൽക്കുന്നു കുറച്ചു നേരം. സ്വപ്നത്തിൽ വരുമ്പോ ഈ വിശ്വം എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അവിടെ തൈജസനെന്ന് വേറൊരാളാണോ എന്ന് ഭരിക്കുന്നത്. ഇനി പോട്ട് സുഷുപ്തി വന്നുകൊണ്ട് തന്നെ ഈ വിശ്വനും തൈജസനും പോയിട്ട് ഒരു പ്രാചീനം എന്നുള്ള ഒരു ജീവനാണ് അവിടെ ഭരിക്കുന്നത്. ഇവരുടെ കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ ജീവന് സാക്ഷി മാത്രമായി നിൽക്കും. ഈ ആത്മാ ഈ 3 ജീവന്മാർക്കും സാക്ഷി മാത്രമായിട്ട് ഈ ശരീരത്തിനല്ല സാക്ഷി. ശരീരത്തിന് സാക്ഷിയില്ല. ഈ ശരീരത്തെ പറ്റി പറയുമ്പോൾ ആത്മാവ് ശരീരത്രയ വിലക്ഷണം എന്ന് പറയും. വിലക്ഷണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് വേറിട്ടവൻ, അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവെന്ന്. പക്ഷെ ഈ 3 ജീവന്മാരുടെ സാക്ഷിയായിട്ടിരിക്കുക. ജീവന് സാക്ഷി മാത്രമായി നിൽക്കുമെന്നാണ് കൈവല്യത്തിന്റെ പ്രഥമ പദ്യം കൊണ്ട് പറഞ്ഞത്. ഒന്നില മാതരാശി പൊരുന്നാറുള്ള തന്നിൽ അന്തരത്തിൽ ജീവസാക്ഷി മാത്രമായി നിൽക്കും. ഇതാണ് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു
ചൈതന്യ വിശേഷമാണ് യഥാർത്ഥത്തിൽ നാം അത് തിരിച്ചറിഞ്ഞവരാണ് ജ്ഞാനികൾ. എന്നാൽ അതിന്റെ പ്രകാശത്തില് ഈ കാണുന്ന ദൃശ്യ സമുദായങ്ങൾ എല്ലാം അതിലേതെങ്കിലും ഒന്നിനെ പിടിച്ചാണ് ജീവത്വം തന്നെ നിലനിൽക്കുന്നത്. വാസ്തവത്തിൽ ദൃശ്യങ്ങളിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഇതിനുള്ളത്. അതില്ല ദൃബ്രഹ്മം ദൃശ്യം മായേരി ഇത് വേദാന്ത ഡില്ലിമാണ്. ദൃശ്യങ്ങളായി ബാക്കിയെല്ലാം ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങളെന്ന് വെച്ചാൽ എല്ലാം കാണുകയും കേൾക്കുകയും മടങ്ങിയിരിക്കുകയും ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ്. അത് വാസ്തവമല്ല. ഇതിനെ തിരിച്ചറിയിക്കാനാണ് ഈ ജ്ഞാനോപദേശം തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇതിനാൽ ഒരു സംശയം ഉണ്ടാകുന്നു. അത് എവിടെ ഒരു കർമ്മം നാനാ ശരീരങ്ങളെ ആരംഭിക്കുന്നതായിരിക്കുമോ അവിടെ അങ്ങനെയുള്ള കർമ്മത്തിനാലുണ്ടായ പ്രഥമ ശരീരത്തിൽ ഒരുവന് ജ്ഞാനമുണ്ടായാൽ ആ ജ്ഞാനിക്ക് അന്യശരീര പ്രാപ്തിയും ഉണ്ടാകണം. പ്രഥമ ശരീരത്തിൽ ഒരുവന് ജ്ഞാനമുണ്ടായാൽ ആ ജ്ഞാനിക്ക് അന്യശരീര പ്രാപ്തിയും ഉണ്ടാകണം. എന്തെന്നാൽ ഫലത്തെ ഏതൊന്ന് ആരംഭിച്ചതോ അത് പ്രാരബ്ധമെന്ന് പറയുന്നു. അത് അനുഭവിക്കാതെ നാശമാകുകയില്ല. അനേക ശരീരത്തിന് ഹേതുവായ ഒരു കർമ്മം പ്രഥമ ശരീരത്തെ ഉണ്ടാക്കി അതിൽ ജ്ഞാനമുണ്ടായി. ജ്ഞാനത്തിന് ശേഷം ആ കർമ്മത്തിന്റെ ഫലമായ അന്യശരീരം ശേഷിച്ചിരിക്കുന്നതിനാൽ ജ്ഞാനിക്കും അന്യശരീര പ്രാപ്തി ഉണ്ടാകണം. പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമായി എത്ര ശരീരം ഉണ്ടാകുമോ അത്രയും ശരീരം ജ്ഞാനിക്കുണ്ടാകും. പ്രാരബ്ധ ഭോഗത്തിന് എത്ര ശരീരം വേണമോ അതിൽ കൂടുതൽ ഉണ്ടാകുകയില്ല. അതിനാൽ ജ്ഞാനവും സഫലമാകും. എന്നാണെങ്കിൽ അത് ശരിയല്ല. കാരണം ജ്ഞാനിയുടെ പ്രാണൻ അന്യലോകത്തിലോ ഈ ലോകത്തിലോ അന്യശരീരത്തിലോ ചേരുന്നില്ല. പിന്നെ എങ്ങനെയെന്നാൽ എവിടെ അനേക ശരീരത്തിന്റെ ആരംഭമായ ഒരു കർമ്മം ഇരിക്കുമോ അവിടെ അവസാനത്തെ ശരീരത്തിലെ ജ്ഞാനം ഫലിക്കുകയുള്ളൂ. പൂർവ്വ ശരീരങ്ങളിൽ ജ്ഞാനം ഉണ്ടാകുകയില്ല. അനേക ശരീരങ്ങൾക്ക് ആരംഭമായ പ്രാരബ്ധമാണ് ജ്ഞാനത്തിന് പ്രതിബന്ധമായി നിൽക്കുന്നത്. വിഷയാസക്തി, പ്രജ്ഞാമാന്ദ്യം, ഭേദവാദി വചനത്തിൽ വിശ്വാസം തുടങ്ങിയ ഇവകൾ ജ്ഞാനത്തിന് എങ്ങനെ പ്രതിബന്ധമോ അങ്ങനെ തന്നെ വിലക്ഷണമായ പ്രാരബ്ധവും ജ്ഞാനത്തിന് പ്രതിബന്ധമാകുന്നു. എവിടെ ജ്ഞാനത്തിന് പ്രതിബന്ധമുണ്ട് അതോടുകൂടി ജ്ഞാനസാധനമായ ശ്രവണാദികളും ഇരിക്കുമോ അവിടെ പ്രതിബന്ധം നിവൃത്തിയാകാത്തതിനാൽ പ്രഥമ ജനനത്തിൽ ചെയ്ത ശ്രവണാദികളാൽ അന്യശരീരത്തിൽ ജ്ഞാനമുണ്ടാകും. എങ്ങനെയെന്നാൽ വാമദേവർ പൂർവ്വജന്മത്തിൽ ശ്രവണാദികൾ ചെയ്തു വന്നിരുന്നു. അപ്പോൾ പ്രാരബ്ധത്തിന്റെ പ്രതിബന്ധത്താൽ ഒരു ശരീരം അവശേഷിച്ചിരുന്നതിനാൽ ജ്ഞാനമുണ്ടായില്ല. ശ്രവണാദികൾ ചെയ്ത് വർത്തമാന ശരീരം വീഴുന്നു. അന്യശരീരത്തെ അടഞ്ഞതിനാൽ പൂർവ്വജന്മത്തിൽ ചെയ്തു വന്ന ശ്രവണാദികളാൽ ഗർഭത്തിൽ വച്ച് തന്നെ ജ്ഞാനമുണ്ടായി. അതിനാൽ ജ്ഞാനത്തിന് ശേഷം അന്യശരീര സംബന്ധം ഇല്ലെന്നറിയുക. ഈ പറഞ്ഞതിന്റെ കാര്യം ചിന്മാനസ്വാമി ലഘുവായിട്ട് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. അതായത് വലിയ രീതിയിൽ തപസ്സും ആചരണങ്ങളും ഒക്കെ ചെയ്ത് ചിലർ കഴിയും. പക്ഷേ അവർക്ക് തുടർന്നിരിക്കുന്ന പ്രാരബ്ധം എന്ന് വെച്ചാൽ അനുഭവിച്ച് തീർക്കേണ്ട കർമ്മം ഈ ഒരു ശരീരത്തിൽ തീരാതെ ഈ ഒരു ശരീരത്തിൽ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അനുഭവിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എത്ര വലിയ ശ്രവണമരണാദികൾ ചെയ്ത് എത്ര വലിയ രീതിയിൽ ചെയ്യുന്നവനാണെങ്കിലും ഈ ജ്ഞാനം അതിൽ പൂർണ്ണമാവില്ല. ജ്ഞാനം എന്ന് വെച്ചാൽ ഈ പറയുന്ന അപരോക്ഷ ജ്ഞാനം ഉണ്ടാവില്ല, ആനന്ദാനുഭവം ഉണ്ടാവില്ല. അവർക്ക് എങ്ങനെയാണ് ഈ ശ്രവണമരണാദികൾ ഉപയോഗപ്പെടുന്നതെന്ന് ചോദിച്ചാൽ വരുന്ന ജന്മത്തിൽ ജ്ഞാനം തപ്പോന്ന് വലിക്കും. അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ കണ്ടിട്ടുണ്ടെന്ന് ഒരുപാട് മഹത്തുക്കളുണ്ട്. അവർക്ക് ഗുരുവില്ല എന്ന് പറയും. ഗുരുവില്ലാതെ എങ്ങനെയാണ് ജ്ഞാനം ഉണ്ടാവുന്നതെന്നൊക്കെ ആളുകൾ ചോദിക്കുന്നിടത്തോളം മറുപടിയും കൂടെയാണ്. കാരണം അവര് പൂർവ്വജന്മത്തിൽ എല്ലാം സമ്പാദിച്ചു വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഗർഭത്തിൽ വെച്ച് തന്നെ ജ്ഞാനം ഉണ്ടായെന്നാണ് പറഞ്ഞു വാമദേവർക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നിന്റെ ആവശ്യമില്ല. പൂർവ്വജന്മത്തിൽ ചെയ്ത ആ ശ്രവണമരണാദികൾ അടുത്ത ജന്മത്തിൽ ആദ്യം തന്നെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരും. ഇതിന് ഒരുപാട് പേരുണ്ട്, ഒരുപാട് മഹത്തുക്കളായി ഇങ്ങനെ പറയുന്നുണ്ട്. രമണ ഭഗവാനെ പോലും അങ്ങനെ പറഞ്ഞേ തെറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഗുരുവില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട്
ഗുരു ഇല്ലാതെ ഇത് ചെയ്യാം എന്ന് ഒരു വാദത്തെ കൊണ്ടുവന്നാൽ തെറ്റും. കാരണം ഗുരു ഇല്ലാതെ പറ്റില്ല. പക്ഷേ അവര് പൂർവ്വം ചെയ്ത ആ തപശ്ചര്യയുടെ ഫലമായിട്ട് അവരുടെ ആത്മാ തന്നെ ഗുരുരൂപം കൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് വന്നുടനെ ശ്രവണം ആത്മാവിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ സ്വാത്മ ഗുരു തന്നെ അത് ഉപദേശിച്ചു. മനസ്സിലായില്ലേ? ഒരു സ്ഥൂല ഗുരു, അതായത് വേറൊരാള് നമുക്ക് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ല. വെളിയിലത്തെ ഗുരു തന്റെ സ്വാത്മ ഗുരുവിനെ ഉണർത്താൻ മാത്രമാണ് ചെയ്തത്. തന്റെ ഉള്ളിലാണ് ആ ആത്മസ്വരൂപമായിട്ട് ഈ ഗുരു ഇരിക്കുകയാണ്. അതാണ് അയ്യനെ എന്നതുള്ള നിന്റെ അനന്ത ജന്മങ്ങളാണ്ട് മെയ്യനെ ഉപദേശിക്ക വെളിവന്ന ഗുരുവെ പോറ്റിയെന്നാണ്. ഇത് വെളിയിൽ സ്ഥൂലമായിട്ട് നിൽക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ? തന്റെ ഉള്ളിലിരുന്ന ആ സ്വാത്മ ഗുരു തന്നെയാണ് ഉപദേശിക്ക വെളിവന്ന ഗുരുവെ പോറ്റി. അങ്ങനെയാണ് വാസ്തവത്തിൽ ആത്മാവ് തന്നെയാണ് ഗുരു. ഇതാണ് തന്റെ ഇത്. പിന്നെ അവരുടെ ആ പ്രയത്നത്തിന്റെ ഫലമായി, തപശ്ചര്യയുടെയൊക്കെ ഫലമായിട്ട് ആ സ്വാത്മ ഗുരു ഉണർന്നു. ഉപദേശം അവിടെ വെച്ച് നടക്കുന്നു. ഇരു ചെവി കേൾക്കുന്നില്ല, ജ്ഞാനമുണ്ടാവും. ഇങ്ങനെ എത്രയോ മഹത്തുക്കളുണ്ട്. നമ്മൾ പറയും ഗുരു ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ജ്ഞാനം ഫലിക്കില്ല, അതൊക്കെ നമ്മൾ പറഞ്ഞാൽ തെറ്റും. അത് ഇതെല്ലാം പൂർവ്വജന്മത്തിൽ. അപ്പം നമ്മൾ ഈ ചെയ്യുന്നതിന് ഇനിയൊരു അർത്ഥം ഏതാണ്? നമ്മൾ ഈ ചെയ്യുന്നതിന് ഒരു പക്ഷേ ഈ ജന്മത്തിൽ വേണ്ടത്ര അനുഭവസിദ്ധിയൊന്നും കൈവരിച്ചില്ലെങ്കിൽ സാരമാക്കണ്ട. കാരണം ഇതൊരു അസറ്റാണ്. ഇത് നമ്മുടെ വരും ജന്മത്തിൽ അതേ പ്രഭാവത്തോടു കൂടി വരും. നമ്മുടെ ഉദ്ദേശം എന്താണ് ശരി മനസ്സിലാക്കിയത്? പ്രസന്നൻ, നമ്മുടെ ഉദ്ദേശം എന്തിനാണ് യഥാർത്ഥത്തിൽ? അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ജന്മം ദുഃഖമാണ്. ഇതില് എന്തെല്ലാം ഉണ്ടെങ്കിലും ദുഃഖം. ചുമ്മാൻ പട്ടിക നിരത്തിയിട്ടുണ്ട്. അത് പറയുന്നു ഇതെല്ലാം നല്ല മഹത്തുക്കളിൽ നിന്ന് കേട്ടത് കൊണ്ട് നമുക്ക് മനസ്സിൽ കാര്യങ്ങൾ പിടികിട്ടിയതാണ്. അല്ലെങ്കിൽ ഒന്നും പിടിയിട്ട് വെക്കൂല. പറഞ്ഞു പണം ഉണ്ടെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ ദുഃഖം. കുട്ടികളുണ്ടെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ ദുഃഖം. പിന്നെ പ്രതാപം ഉണ്ടെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ ദുഃഖം. ഈ ദുഃഖം എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് ഒന്നിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റില്ല. എല്ലാത്തിന്റെയും കോമൺ ഫാക്ടറായിട്ട് കിടക്കുന്നത് എന്താണ്? ദുഃഖം. ഈ ദുഃഖത്തെ മാറ്റണം. ഈ സർവദുഃഖ നിവൃത്തിയും പരമാനന്ദ പ്രാപ്തിയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഈ ദുഃഖത്തിന്റെ പരിപൂർണ നാശത്തിലേക്കാണ് മോക്ഷം നിൽക്കുന്നത്. ഒരു പറയുന്നു, അപ്പൊ അങ്ങനെയാണെങ്കിൽ പണം ഉണ്ടാക്കി ദുഃഖത്തെ മാറ്റാൻ പറ്റുമോ ശ്രീജി? പ്രതാപം ഉണ്ടാക്കി മാറ്റാൻ പറ്റുമോ? ഏത് രൂപത്തിൽ രാജാവിന്റെ ദുഃഖം മാറ്റാൻ പറ്റും? ദുഃഖം എന്ന് പറഞ്ഞ ഒരു കോമൺ ഫാക്ടറായിട്ട് കിടക്കുന്നു. ഇതിനെ മാറ്റണമെങ്കിൽ കേവലം ജ്ഞാനം കൊണ്ടല്ലാതെ പറ്റില്ല. ഇത് തിരിച്ചറിഞ്ഞ് മഹത്തുക്കള് എന്ത് ചെയ്തു? സർവദുഃഖ നിവൃത്തിയും പരമാനന്ദ പ്രാപ്തിയും കൈവരിക്കാനുള്ള മുക്തിമാർഗത്തെ ഉപദേശിക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ ശാസ്ത്രമാണ്, മുക്തിശാസ്ത്രമാണ്, മുക്തി ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം. എന്തിനു മുക്തി എന്നൊക്കെ ചോദിച്ചപ്പോയി ഈ ഒരു മെച്യൂരിറ്റി ഇതിൽ വരുന്നവരെയാണ് ഇതിലേക്ക് അവര് ആകർഷിക്കുന്നത്. മറ്റുള്ളവരെയൊന്നും അവര് നോക്കുപോലുമില്ല. കാരണം എന്താണ്? പുണ്യത്തിന്റെ ഒരു ലെവലാണിത്. പുണ്യം ഒരു ലെവൽ എന്ന് പറയുന്നത് ഇത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഉണ്ടാവും. അതിനു മുമ്പ് വരുന്ന ദുഃഖത്തെ തിരിച്ചപ്പോ മലത്തിൽ കിടക്കുന്ന കൃമിക്ക് എന്തൊരു ദുഃഖം, അതിന്റെ പുറത്ത് വീണ്ടും മലം വീണു അതിന് ദുഃഖമുണ്ട്. മനസ്സിലല്ല, തിരിച്ചറിയാൻ പോലും ഒക്കില്ല, ആ നിലയിൽ കിടക്കും. ഇത് അങ്ങനെയല്ല. പുണ്യത്തിന്റെ ഒരു ചെറിയ ഒരു വ്യത്യാസം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ള ജീവന്മാരെയാണ് അധികാരിയായിട്ട് കണ്ടിട്ട് അവരെ പിടിച്ചുകൊണ്ടുവന്ന് ഉപദേശിക്കുക. അവർക്ക് ഫലിക്കും. മറ്റുള്ളവർക്കൊന്നും ഒരിക്കലും ഒന്നും ചെയ്യില്ല. വിപരീതം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവരോടൊന്നും മിണ്ടരെന്നാണ് പറയുന്നത്. ഈ ജ്ഞാനശാസ്ത്രം അവരോടൊത്ത് മിണ്ടരെന്നാണ് പറയുന്നത്. അവിടേക്ക് എങ്ങനെ നിൽക്കണം? മൂഢൻ പോലെ ആയിക്കോളണം. ഈ രൂപത്തിലാണ് അവിടേക്ക് നിൽക്കാനുള്ളത്. അപ്പൊ നമ്മളവിടെ പറഞ്ഞുകൊണ്ട് വന്നത് ഈ വാമദേവന്റെ കാര്യമാണ്. അദ്ദേഹം പൂർവ്വജന്മത്തിലെ ശ്രവണം, മനനം, നിധ്യാസനം എല്ലാം ചെയ്ത് ഗംഭീരനായി കഴിഞ്ഞു. ആ ശരീരത്തിൽ ജ്ഞാനം ഉണ്ടായില്ല. അദ്ദേഹത്തിന് അടുത്ത ശരീരത്തില് ഗർഭത്തിൽ വെച്ച് തന്നെ ജ്ഞാനം ഉണ്ടായി എന്ന് പറഞ്ഞ് ഈ പദ്യയോട് അവസാനിപ്പിച്ചു.